മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, അവർ കുത്തിമുറിവേൽപ്പിച്ചവനെ അവൻ നോക്കി നിന്നു. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ഏവർക്കും ആശംസിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള, നിറവുള്ള ദൈവിക കൃപ നിറഞ്ഞു നിൽക്കുന്നത് യേശുവിൻ്റെ തിരുഹൃദയത്തിലാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. അവിടുത്തെ സ്നേഹത്തിൻ്റെ കരുതലും സാന്ത്വനവും സ്നേഹവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ദൈവഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ആ ഒരു ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തിയുടെയും ദൈവവചനത്തിൻ്റെ ശക്തി നിറയപ്പെടുന്ന അവസ്ഥ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പരിശുദ്ധ ഹൃദയത്തോട് ചേർന്ന് ജീവിതം കരുപ്പിടിപ്പിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നന്മയും സ്നേഹവും എത്രമാത്രം വളരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവസ്നേഹം ഏറ്റവും നിറഞ്ഞു തുളുമ്പുന്നത് അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നാണ്. വചനം പറഞ്ഞു വയ്ക്കുന്നു, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകുകയാണ്. ആ ഒഴുകിയ രക്തവും ജലവും തന്നെ കുത്തിമുറിവേൽപ്പിച്ചവ ആ മനുഷ്യൻ്റെ അന്ധമായ കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നതായി അത് മാറുകയാണ്. അവൻ്റെ ഓരോ തുള്ളി രക്തവും വിലപ്പെട്ടതാണ് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ വലിയ കരുതൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയും അവ സൗഖ്യമായും അനുഗ്രഹമായും നമ്മുടെ ജീവിതങ്ങളിലേക്ക് മാറുകയും ചെയ്യുക.